സാധാരണ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നല്ല വെയിലുള്ള സമയത്താണ്. പക്ഷെ പെരുമഴ പെയ്യുമ്പോൾ ഉത്സവം നടത്തുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. മലമുകളിൽ നിന്ന് പെരുമ്പറക്കുട്ടി മഴ പെയ്തിറങ്ങുമ്പോഴാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകുന്നത്. മലഞ്ചെരുവുകളെ തഴുകിയെത്തുന്ന മഴക്കാറുകൾ കോരിച്ചൊരിയുമ്പോൾ ആളുകൾ ഈറനോടെ ക്ഷേത്രത്തെ വലം വയ്ക്കും. അതുകൊണ്ട് മഴയുടെ ഉത്സവമാണ് കൊട്ടിയൂരിലേത്. കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ട്. ദക്ഷയാഗം നടന്ന സ്ഥലമായാണ് കൊട്ടിയൂരിനെ വിശേഷിപ്പിക്കുന്നത്. ലോകവിജയത്തിനു വേണ്ടി ദക്ഷൻ യാഗം നടത്താൻ ആരംഭിച്ചു. 33 ദൈവങ്ങളെയും യാഗത്തിന് ക്ഷണിച്ചെങ്കിലും മകളായ സതീദേവിയെയും ഭർത്താവ് ശിവനെയും ക്ഷണിച്ചില്ല. യാഗത്തിന് പോകാൻ സതീദേവിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ശിവൻ സമ്മതിച്ചില്ല. ഒടുവിൽ സതീദേവി രണ്ടും കൽപ്പിച്ച് യാഗസ്ഥലത്തെത്തി. ക്ഷണിക്കപ്പെടാതെ എത്തിയ സതീദേവിയെ ദക്ഷൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അപമാനം സഹിക്കവയ്യാതെ സതീദേവി ഹോമകുണ്ഡത്തിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഇതിൽ കോപം പൂണ്ട ശിവൻ ജട പറിച്ച് നിലത്തടിക്കുകയും വീരഭദ്രനെ സൃഷ്ടിക്കുകയും ചെയ്തു. വീരഭദ്രൻ ദക്ഷനെ വധിച്ചു. യാഗം മുടങ്ങിയ ലോകം നശിക്കുമെന്ന് വന്നതോടെ മൂലോകങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ ദക്ഷന് ജീവൻ നൽകുകയും യാഗം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ് പുരാണ കഥ. കൊട്ടിയൂരിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഥകളും ഉപകഥകളും ആയില്യാർക്കാവിലെ വള്ളിത്തലപ്പ് പോലെ കെട്ടുപിണഞ്ഞങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കൊട്ടിയൂരിൽ അക്കരെ ക്ഷേത്രവും ഇക്കര ക്ഷേത്രവുമുണ്ട്. ബാവലിപ്പുഴയുടെ ഇരു കരകളിലായാണ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. അക്കരെ ക്ഷേത്രത്തിലാണ് സതീദേവി ആത്മാഹുതി ചെയ്ത ഹോമകുണ്ഡമുള്ളത്. ഇത് അമ്മാത്തറ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനടുത്തായി ശിവൻ സ്വയംഭൂവായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉത്സവം നടക്കുമ്പോൾ മാത്രമാണ് അക്കരെ ക്ഷേത്രം തുറക്കുന്നതും ആളുകൾ പ്രവേശിക്കുന്നതും. അല്ലാത്തപ്പോൾ ഇവിടമാകെ കാട് പിടിച്ചു കിടക്കും. ഈ ക്ഷേത്രത്തിലെ ഓരോ കർമ്മത്തിനും ഓരോ അവകാശികളാണ്. ഇവർ ഓലമേഞ്ഞ 64 കയ്യാലകളിലായി ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കും. വൈശാഖ മഹോത്സവ സമയത്തൊഴികെ ഇക്കര ക്ഷേത്രത്തിൽ വർഷം മുഴുവനും പൂജയുണ്ട്. ഈ ക്ഷേത്രത്തോട് ചേർന്നാണ് അപൂർവ സസ്യങ്ങളുടെ കലവറയായ ആയില്യാർക്കാവ്. ഇവിടേക്കും ആർക്കും പ്രവേശനമില്ല. ഓടപ്പൂവില്ലാതെ വൈശാഖ മഹോത്സവം പൂർണ്ണമാകില്ല. ക്ഷേത്രത്തോട് ചേർന്ന വഴികളിലെല്ലാം ഓടപ്പൂ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. സതീദേവി അപമാനിക്കപ്പെട്ടപ്പോൾ അത് തടയാതെ യജ്ഞാചാര്യനായ ഭൃഗുമുനി താടി തടവി ചിരിച്ചുവെന്നും അത് കണ്ട് ദേഷ്യം പിടിച്ച വീരഭദ്രൻ താടി വിഴുതെറിഞ്ഞുവെന്നുമാണ് ഐതിഹ്യം. ഭൃഗുമുനിയുടെ താടിയായാണ് ഈ ഓടപ്പൂവിനെ കണക്കാക്കുന്നത്. ഓട ചെത്തി നാരുകളാക്കിയാണ് ഓടപ്പൂ ഉണ്ടാക്കുന്നത്. പൂജകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കൊട്ടിയൂർ. അതുകൊണ്ട് 28 ദിവസങ്ങളായി നടക്കുന്ന വൈശാഖ മഹോത്സവത്തിൽ ഒട്ടനവധി പൂജകൾ നടക്കാറുണ്ട്. ഏതാണ്ട് 35 ലക്ഷത്തോളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ടെന്നാണ് കണക്ക്. കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂരെങ്കിലും വയനാടൻ മലനിരകളുടെ താഴ്വാരമാണ്. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും വാളെത്തിയാലേ കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങും. അങ്ങനെ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് കൊട്ടിയൂരിൽ. കൊട്ടിയൂർ ഒരു ഉത്സവ പറമ്പല്ല, ഐതിഹ്യങ്ങളുടെ സംഗമ ഭൂമിയാണ്. കൊട്ടിയൂരിലെ ഓരോ കല്ലിലും പുല്ലിലും വരെ ഓരോ കഥ പറയാനുണ്ടാകും.